ഓൺ ചെയ്യടപ്പന്നെ. ചെയ്യ. ഗെയിം കിറ്റിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഫോൺ ഓൺ ചെയ്തത് കണ്ടില്ലേ? ഞാൻ ഫോൺ ഓൺ ചെയ്തത് നീ പറയുന്നത് ഞാൻ കേൾക്കാനല്ല, ഞാൻ പറയുന്നത് നീ കേൾക്കാൻ വേണ്ടിയാ. ഞാൻ ഒരുപാട് സന്തോഷത്തില്ല. ട്രസ്റ്റ് മീ, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. വീണ്ടും എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ നീ ജീവനോടുണ്ടാവില്ല. ഇവനെന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല. എന്റെ കഥ മൊത്തം മനസ്സിലാക്കിയിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ അപ്പോ എന്നിൽ നിന്നും എന്താണ് വേണ്ടത്? Who the hell is he? ഇന്ന് രക്ഷപ്പെട്ടു. അവര് വീണ്ടും നാളെ ശ്രമിക്കില്ലേ? ഇങ്ങനെ ഇരുട്ടിലുള്ള ശത്രുവിന്റെ കൂടെ എത്ര കാലം പോരാടും? നാളെ ഒരാൾ കഥവ് തട്ടിന്ന് വെച്ചോ, കഥവ് തുറക്കുമ്പോ അവര് നമ്മളെ ഷൂട്ട് ചെയ്യില്ലെന്ന് എന്താ വിശ്വാസം? Stop it. നമുക്കൊന്ന് ചെയ്താലോ? എന്താ? ഇനി നമുക്കുള്ള ഓരോ നിമിഷവും ഹാപ്പി ആയിട്ട് ജീവിച്ച് ഒരുമിച്ച് ചത്തുപോയാലോ? ഐ എം റെഡി ഫോർ ഇറ്റ്. നീയോ? നീ എന്താ പറയുന്നത്? നിനക്കിത് വട്ടാണോ? നീ ഇപ്പൊ ഒരു വലിയ ഡേഞ്ചറിലാണ്, മനസ്സിലാവുന്നുണ്ടോ? നീ ആരോടാ സംസാരിക്കുന്നെന്ന് അറിയുന്നുണ്ടോ? നിന്റെ കൺമുമ്പിലുള്ളത് ആരാന്നാ വിചാരിച്ചേ? ഈ ഗെയിമിൽ എന്നെ പ്ലെയർ ആയിട്ട് എന്തിനാ ചൂസ് ചെയ്യുന്നെന്ന് നീ വിചാരിക്കുന്നേ? നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല താര. സോ ലെറ്റ് മീ ടെൽ യു ഹൂ ഐ ആം. ഞാൻ ഡേഞ്ചറിലല്ല താര, ഞാൻ തന്നെ ഒരു ഡേഞ്ചറാ. ഡോർ ഓപ്പൺ ചെയ്തോണ്ട് ബുള്ളറ്റ് കൊണ്ട് ഞാൻ മരിക്കുന്നു വിചാരിച്ചോ? അല്ല, ആ ഡോർ ലോക്ക് ചെയ്ത് തന്നെ ഞാനാ. ശരിക്കും നീ ആരാ? എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്റെ അച്ഛൻ മരിച്ചാലും ആ കഷ്ടം അറിയിക്കാതെ എന്റെ അമ്മ ഒരുപാട് സ്നേഹിച്ചാണ് വളർത്തിയത്. നീ എടുക്കുന്ന തീരുമാനം നിന്റെ ജീവിതത്തെ മാത്രമല്ല, ഗൗതമിന്റെ ഭാവി പോലും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അമ്മേ, അച്ഛനെ പോലെ അമ്മയും എന്നെ വിട്ട് പോകില്ല അല്ലേ അമ്മ? പ്രോമിസ്? ഞാൻ ജീവനോടെ ഇരിക്കുന്നവരെ എങ്ങോട്ടും പോവില്ല. പ്രോമിസ്. ഡാ സിദ്ധു, നിന്റെ അമ്മ വേറെ ആരെയോ കല്യാണം കഴിച്ച് പോയടാ. അമ്മേ, അമ്മേ, അമ്മേ നിക്കമ്മേ, നിക്ക് അമ്മേ, നിക്ക് അമ്മേ. ഒരു മിനിറ്റ്, അമ്മയാ സംസാരിക്കേ. നീ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നോട് മിണ്ടൂല. ഗൗതം സംസാരിക്കേ. ഗൗതം, സുഖം തന്നെയല്ലേ മോനെ? മോൻ നന്നായിട്ട് പഠിക്കണം കേട്ടോ. കൂട്ടുകാരോടൊപ്പം പഴക്കിനൊന്നും പോവാൻ നിൽക്കരുത്. കൊല്ലും ഞാൻ. ഗൗതം, എന്താടാ ഇത്? മൈ ഗോഡ്. അമ്മയില്ലാത്ത പിള്ളേർ ഇങ്ങനെ തന്നെയാ പെരുമാറാ. നാട്ടുകാരൊക്കെ തോന്നിയ രീതിയിലാണ് സംസാരിച്ചത്. ആ വാക്കുകളൊക്കെ കേട്ടാണ് ഞാൻ വളർന്നത്. ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു,
പക്ഷെ ഞാൻ പോലും അറിയാതെ എൻ്റെ അമ്മയോട് എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ആ ദേഷ്യമാണ് എന്നെ എൻ്റെ ഉള്ളിൽ മറ്റൊരുത്തനെ ഉണ്ടാക്കിയത്. നാട്ടുകാരെല്ലാം നിന്നെ കണ്ട് ഭയപ്പെടുന്നു. പറയാണെങ്കിൽ നിന്നെ വളർത്ത എനിക്കും നിന്നെ കണ്ടിട്ട് ഭയം തോന്നുന്നു. മോനെ, നീ ഇങ്ങനായ നമ്മുടെ കുടുംബത്തിന്റെ മാനം പോകും. നിങ്ങൾ പറഞ്ഞ മാനം അത് അവരോടൊപ്പം തന്നെ പോയി. നിന്റെ അമ്മയാടാ. ഏയ്! വീണ്ടും അവരുടെ പേര് ഉച്ചരിച്ചു പോരുത്. ഇവന് ദേഷ്യം കൂടുതലാ. ഇത് എവിടെ പോയി അവസാനിക്കോ എന്തോ.